ഓം സ്വാമിയേ ശരണമയ്യപ്പ. ആളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, ശബരിമല മാളികപ്പുറം മേൽശാന്തി. നമ്മൾ രാമായണം തത്വത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സീതാദേവി രാമതത്വത്തിൻ്റെ രഹസ്യത്തെ ഹനുമാന് ഉപദേശിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ സീതാദേവി ഹനുമാനെ വിളിച്ചിട്ട് പറഞ്ഞു, വത്സ, ഈ രാമചന്ദ്രൻ എന്ന് പറയുന്നത് എല്ലാറ്റിനും സാക്ഷിയും കേവലം അകർത്താവും അഭോക്താവുമായിട്ടുള്ള സാക്ഷാൽ പരമാത്മാവാണ്. ഞാൻ അവിടേക്ക് സ്വാധീനമായിട്ടുള്ള മൂലപ്രകൃതിയാണ്. അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല, എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാ കഴിവുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരമാത്മാവായ രാമൻ്റെ സന്നിധാന വിശേഷം കൊണ്ട് എനിക്ക് എല്ലാം സാധിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകുന്നു. എല്ലാറ്റിനും കർത്താവാണ് രാമൻ. എല്ലാം രാമനാണ് ചെയ്യുന്നത് എന്ന് തോന്നും അജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക്. എന്നാൽ രാമൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉള്ള ശക്തി എന്ന് പറയുന്നത് രാമൻ്റെ സാന്നിധ്യം മാത്രമാണ്. എന്നോട് കൂടാതെ രാമൻ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നാണ്. അപ്പോൾ രാമനോട് കൂടാതെ എനിക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ രാമനോട് കൂടാതെ ഞാനോ എന്നോട് കൂടാതെ രാമനോ ഒരിക്കലും ഇരിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അജ്ഞന്മാരുടെ ദൃഷ്ടിക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതായിട്ടൊക്കെ തോന്നാമെങ്കിലും ഒരിക്കലും ഞങ്ങൾ വേർപിരിഞ്ഞിരിക്കില്ല എന്നാണ്. അപ്പോൾ അയോധ്യയിലെ അവതാരവും വിശ്വാമിത്രൻ്റെ യാഗരക്ഷയും മാരീച സുബാഹുക്കളെ ശാസിക്കുകയും അഹല്യയെ ഉദ്ധരിക്കുകയും മഹേശ്വര ചാപഭഞ്ജനവും സീതാ വിവാഹവും അതേപോലെ ഭാർഗവരാമ വിജയവും സത്യരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വനവാസയാത്രയും വനവാസവും അങ്ങനെ അനേകം രാക്ഷസന്മാരുടെ വധവും അവസാനം രാവണവധവും അത് കഴിഞ്ഞ് അയോധ്യയിലേക്കുള്ള മടങ്ങി വരലും പട്ടാഭിഷേകം എല്ലാം രാമൻ ചെയ്തതായിട്ട് അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ മൂഢലോകത്തിലുള്ള മൂഢന്മാർ എന്നാണ്. എന്നാൽ പറയപ്പെട്ട ഈ സംഗതികളിൽ ഒന്നുപോലും രാമൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം ഞാനാണ് ചെയ്തത്. ഞാനില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ രാമനില്ലായിരുന്നുവെങ്കിൽ എന്നെക്കൊണ്ടും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതും പ്രത്യേകം ഇവിടെ സ്മരിക്കണം. അപ്പോൾ അതിനാൽ ഞാനും രാമനും ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നത്. എന്നാലും രാമൻ നിഷ്ക്രിയനും നിരീഹനുമാണ് എന്നാണ്. അതിനാൽ ഒന്നിനും കർത്താവോ ഭോക്താവോ ആകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജഗത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. എല്ലാം രാമൻ ചെയ്യുന്നതായിട്ട് തോന്നും, പക്ഷെ ഒന്നിനും രാമന് കർത്തൃത്വമില്ല. രാമൻ്റെ സാന്നിധ്യത്താൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായിട്ടുള്ള ഞാനാണ് എല്ലാം ചെയ്യുന്നത്. ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെയും രാമസാന്നിധ്യത്തിൽ ഞാനാണ് നടത്തുന്നത്. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും രാമൻ സാക്ഷി മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയിലും രാമൻ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാമൻ്റെ വശവർത്തിയായിട്ടുള്ള പ്രകൃതിയായി ഞാനും വിളങ്ങുന്നു എന്നാണ്. അപ്പോൾ ഓരോ ശരീരത്തിൽ കൂടെയും ചെയ്യപ്പെടുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത്. മൂഢനായ ജീവൻ പരമാർത്ഥം അറിയാതെ ഭ്രമിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും താനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണത്താൽ കർമ്മബദ്ധനായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും സുഖിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ എന്നെയും രാമനെയും തിരിച്ചറിയുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യവൃത്തനും സുഖിയുമായിട്ട് തീരുകയും ചെയ്യുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക.
അപ്പം അതുകൊണ്ട് വത്സ, ഈ തത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് നിന്നിൽ നിന്നും ആത്മസ്വരൂപിയായി വിളങ്ങുന്ന ആ പരമാത്മാവായിട്ടുള്ള രാമനെ അറിഞ്ഞ് സർവാത്മനാശരണം പ്രാപിച്ച് സംസാരത്തിൽ നിന്നും നിവൃത്തനും മുക്തനുമാവൂ എന്ന് സീതാദേവി പറയുകയാണ്. അപ്പോൾ ഇതാണ് സീതാദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാന് കൊടുത്തിട്ടുള്ള ആ ഉപദേശം. അപ്പം ഇതിൽ നിന്ന് ഭക്തി കൊണ്ട് മാത്രമേ ദുരിതം നശിച്ച് അന്തശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായി തീരൂന്നും, അതേപോലെ പ്രകൃതി പുരുഷ തത്വങ്ങളായാണ് സീതാരാമന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ ഉപദേശം കൊണ്ടും കാര്യം മനസ്സിലായി എങ്കിലും തികച്ചും ചാരിതാർത്ഥനായിട്ടില്ല മാരുതി എന്നുള്ള മുഖഭാവം കൊണ്ട് തന്നെ വ്യക്തമായിട്ട് ശ്രീരാമചന്ദ്രന് മനസ്സിലായി. അതിനാൽ കരുണാമയനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ വാത്സല്യാതിരേകത്താൽ തൊട്ടനുഗ്രഹിച്ച് തൻ്റെ പുരോഭാഗത്തിരുത്തി ഉപദേശിക്കാൻ തുടങ്ങി എന്നാണ്. ഭഗവാൻ ഹനുമാന് കൊടുക്കുന്ന ഈ ദിവ്യമായ ജ്ഞാനോപദേശമാണ് പ്രസിദ്ധമായിട്ടുള്ള രാമഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ വേദാന്ത തത്വം മുഴുവൻ ഇതിൽ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വളരെ ചുരുക്കിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകാശത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ തത്വത്തെ പ്രകടമാക്കുന്നത്. ആകാശത്തെ നമുക്ക് 3 രൂപത്തിൽ കാണാം എന്നുള്ളതാണ്. ഒന്ന് മഹാകാശം തന്നെ. അത് എങ്ങും നിറഞ്ഞും ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാറ്റിനും ആധാരമായിട്ടും പരമനിശ്ചലമായിട്ടും ഇരിക്കുന്നു മഹാകാശം എന്നുള്ളതാണ്. അതേ മഹാകാശം തന്നെ ഘടാതി പരിമിതി ഉപാധികളിൽ കൂടി വളരെ ചെറിയ രൂപമായിട്ടും മഹാകാശത്തിൽ നിന്ന് വേറെ എന്ന് തോന്നത്തക്ക നിലയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഈ ഘടാതി പദാർത്ഥാന്തർഗതമായിട്ടുള്ള അല്പാകാശം, അതായത് മഹാകാശത്തിൽ നിന്ന് വേറെ അല്ല എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? എങ്കിലും ഘടാതി ഉപാധിയെ നോക്കുമ്പോൾ വേറെയാണ് എന്ന് തോന്നുകയും ചെയ്യും, അല്ലേ? മഹാകാശം തന്നെ ജലാദി പ്രതിബിംബ വസ്തുക്കളിൽ പ്രതിബിംബിച്ചും കാണാം. അപ്പോൾ ഒരു ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ല, ആകാശത്തിൻ്റെ പ്രതിബിംബമാണ്, അല്ലേ? എങ്കിലും അവിവേകിയായിട്ടുള്ള ബാലൻ അല്ലെങ്കിൽ കുട്ടികൾ ആകാശമാണെന്ന് അതങ്ങോട്ട് ധരിച്ച് വശാവണു. അപ്പോൾ ഒന്നായിരിക്കുന്ന ആകാശം 3 രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും. അപ്പോൾ വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ, അല്ലേ? അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുന്നുമില്ല. അപ്പോൾ ഘടവും അതേപോലെ ജലമാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഘടാകാശവും ജലാകാശമാകുന്നത്, അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഘടാകാശമെന്ന് ഒരു വസ്തു ഇല്ല. ഘടം പൊളിയുമ്പോഴാണ് ഘടാകാശം ഇല്ലാതായി തീരണേത്. അപ്പോൾ ഘടമുണ്ടാകുന്നതിന് മുമ്പും ഘടത്തിൻ്റെ നാശത്തിന് ശേഷവും ഘടാകാശം ഇല്ല. അപ്പോൾ വർത്തമാനകാലത്ത് ഘടപ്രതീതി ഉള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതിയും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശം എന്ന പേരും ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ ആകാശമെന്ന ഒരേ ഒരു വസ്തു ഒഴിച്ച് മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഏകവും അദ്വിതീയവുമായിട്ടുള്ള പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നില്ല എങ്കിലും ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് ജീവൻ എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെ ജീവൻ ഈശ്വരൻ ജഗത്ത് എങ്ങനെ 3ആയിട്ട് പറയപ്പെടുന്നു എന്നേ ഉള്ളൂ. ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്ന പേര് നിലനിൽക്കുന്നത്. ജീവജഗത്തുക്കൾ ഇല്ലാതായി തീരുമ്പോൾ അദ്വിതീയമായിട്ടുള്ള പരചൈതന്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവനോ ഘടാകാശം എന്ന പോലെ തന്നെ ഈശ്വരനിൽ നിന്നും വേറെയല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരീരാദി ഉപാധികളെ കൊണ്ടാണ് ജീവത്വം ഉണ്ടാകുന്നത്.
ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതാകുന്നത് പോലെ തന്നെ ഉപാധികൾ ഇല്ലാതാവുമ്പോൾ ജീവനും ഇല്ലാത്തത് തന്നെയാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ്റെ സങ്കല്പങ്ങളാണ് വാസ്തവത്തിൽ ജഗത്ത്. ലിംഗാദി ഉപാധികൾ ഉള്ളിടത്തോളം കാലം ജീവത്വവും, ജീവത്വം ഉള്ളിടത്തോളം കാലം ജഗത്തും, അവ രണ്ടും ഉള്ളിടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും എന്നാണ്. അപ്പോൾ ഉപാധികൾ ഇല്ലാതാവുമ്പോൾ പറയപ്പെട്ട ഈ മൂന്നും ഇല്ലാതാവുകയും ചെയ്യും. ഏകവും അദ്വിതീയവുമായിട്ടുള്ള നിർഗുണ ബ്രഹ്മം മാത്രമാണ് ശേഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉപാധികൾ ഉണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ടാണ് എന്നാണ് പറയണത്. അപ്പോൾ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാന സ്വരൂപങ്ങളായിട്ടുള്ള ജീവേശ്വര ജഗത്തുക്കളാകുന്ന ത്രിത്വവും അത് മൂലമുണ്ടായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം അടങ്ങിയ അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് സത്യവും. അപ്പോൾ സത്യത്തിൻ്റെ നിരന്തര അനുഭൂതിയും അസത്യത്തിൻ്റെ പ്രതീതിയില്ലായ്മയും തന്നെയാണ് വാസ്തവത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരം സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള സംസാരഭ്രാന്തി നഷ്ടപ്പെട്ട് സ്വരൂപാവസ്ഥയിൽ എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ജന്മത്തിൻ്റെ സാഫല്യവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എല്ലാ വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളുടെയും സാരസർവസ്വമായിട്ടുള്ള രത്നച്ചുരുക്കം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ അറിഞ്ഞ ഒരാൾക്ക് ഇനി മറ്റൊന്നും കൂടുതലായിട്ട് അറിയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭക്തി കൊണ്ട് അന്ധക്കരണ ശക്തി ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ തത്വത്തെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഭക്തി ഇല്ലാത്തവർ 1000 ജന്മങ്ങൾ ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായാലും രാമഭക്തി കൊണ്ട് എല്ലാം നശിച്ച് ശുദ്ധി വന്ന് ജ്ഞാനത്തിന് അധികാരിയായി തീരും. അപ്പോൾ ജ്ഞാനം കൊണ്ട് ജന്മസാഫല്യം കൈവരികയും ചെയ്യും എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ സർഗം രാമായണത്തിൽ അവസാനിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഈ പ്രഥമ സർഗത്തിലെ രാമഹൃദയം എന്ന തത്വശ്രവണം കൊണ്ട് ചാരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്നിട്ടുള്ള ശ്രീ പാർവതീദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ച് ഉപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ ദ്വിതീയ സർഗത്തിൽ, അതായത് 2ാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീപരമേശ്വരൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ച് പറയാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണങ്ങളെ കൊണ്ടും അധർമാചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായപ്പോൾ ഭൂമിദേവി തന്നെ സ്വയം ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് അവലാതി പറഞ്ഞു എന്നാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പതിവ് പോലെ തന്നെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂമിദേവിയോടും കൂടി വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീനാരായണനെ കാണാൻ വേണ്ടിയിട്ട് ക്ഷീരസമുദ്രത്തിൽ എൻ്റെ തീരപ്രദേശത്ത് എത്തി എന്നാണ്. അപ്പോൾ ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ച് സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ വണങ്ങി രാവണൻ്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിന് വന്നു ചേർന്ന ആപത്തിനെയും വിസ്തരിച്ച് പറഞ്ഞു എന്നാണ്. മാത്രമല്ല രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ല എന്ന് താനൊരു വരവും കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനാൽ മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനാകട്ടെ സ്വയം ദുർബലനുമാണ്. അപ്പോൾ ദുർബലനായ മനുഷ്യന് അത്യന്തപ്രബലനായിട്ടുള്ള രാക്ഷസനെ കൊല്ലാനായിട്ട് സാധ്യമല്ല എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവൻ്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം. ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയായിട്ട് സമർപ്പിക്കണത് തന്നെ. അപ്പോൾ ബ്രഹ്മദേവൻ്റെ വാക്കുകളെ മുഴുവൻ സശ്രദ്ധം കേട്ടിരുന്ന ഭഗവാൻ അവസാനം ആ അപേക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ തുടർന്നുള്ള കഥാഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ.